റെസ്ലിംഗ് വേൾഡ് ഇപ്പോൾ ഫുള്ളി ഒരു ഷോക്കിലാണ്. കാരണം കറണ്ട് WWE റെസ്ലറായ റിക്കോഷറ്റ് ഇപ്പോൾ WWE കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് മര്യാദയ്ക്ക് യൂസ് ചെയ്യുന്നില്ല. മെയിനായിട്ട് ഇപ്പോൾ ഉള്ളൊരു റൈവലറി ആൾക്കുള്ളത് നമ്മുടെ ബ്രോൺ ബ്രേക്കറായിട്ടാണ്. പിന്നെ എല്ലായിട്ടും ഒരു 3-way റൈവലറി നടക്കുന്നുണ്ട്. അത് മുന്നോട്ട് അങ്ങോട്ടാ പോണേന്ന് ഒരു ഗോളില്ലാത്ത രീതിയിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നല്ലൊരു റെസ്ലറായിരുന്നു. ഈവൻ NXT നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പും നല്ല രീതിയിലാണ് NXTയിലും പ്രസൻ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്. പിന്നെ മെയിൻ റോസ്റ്ററിലേക്ക് വന്നപ്പോൾ തൊട്ട് വളരെ മോശമായിട്ടാണ് ഉപയോഗിച്ചെടുക്കുന്നത്. അത് വിൻസ് മെക്മാൻ്റെ റൂളിലായിരുന്നാലും ഇപ്പോൾ ട്രിപ്പിൾ എച്ചിൻ്റെ റൂളാണെങ്കിലും വളരെ മോശമായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആൾ ലീവ് ചെയ്യുകയാണെങ്കിൽ ആർക്കും ആളങ്ങനെ കുറ്റം പറയാനായിട്ട് പറ്റില്ല. സോ ഇവനിപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ തന്നെ ഒരുപാട് മാച്ചസ് നമുക്ക് കാണാറുണ്ട്. കാരണം ബിഗ് ലോസ്പായിട്ടുള്ള ന്യൂ ജപ്പാനിലുള്ള മാച്ചുകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അത്ര അടിപൊളിയുള്ള മാച്ചുകളാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ആള് ഇത് റിലീസാവുകയാണെങ്കിൽ ആൾക്ക് നല്ലതാണ്. ഒരുപാട് മാച്ചുകളുണ്ട്, പുതിയ മാച്ചുകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മുസ്തഫ അലിയായിട്ട് TNAയിലൊരു മാച്ചും. അങ്ങനെ എനിക്ക് AEW ആയിട്ട് ആൾ സൈൻ ചെയ്യാൻ ചാൻസ് കുറവാന്ന് തോന്നുന്നത്. കൂടുതലും TNA ആയിട്ട് സൈൻ ചെയ്യാനാണ് ചാൻസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.